രാവിലെ ഇതാ എഴുന്നേറ്റ് പാട് ഓടിച്ചാടി വേഗം തന്നെ കിച്ചണിലേക്ക് കയറിട്ടോ. ഒട്ടും സമയമല്ലാട്ടോ നമ്മളെ കയ്യിൽ കളയാൻ. അതുകൊണ്ട് തന്നെ വേഗം പൊന്നുകുട്ടിക്കുള്ള കുളിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ അടുപ്പത്തേക്ക് കയറ്റിയതിന് ശേഷം നമ്മളിന്ന് ദോശയും ചട്നിയാണ് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ചമ്മന്തിയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും പൊന്നുകുട്ടി ഇതാ എണീച്ച് വന്ന് പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് എന്തെല്ലാമാണ് പൊന്നു പഠിക്കുന്നതെന്നൊക്കെ ഒന്ന് പൊന്നു ഒറ്റയ്ക്ക് പഠിച്ചോളൂ കേട്ടോ, എൻ്റെ ആവശ്യമൊന്നും ആൾക്കില്ലേ. പിന്നെ ഇതാ ഇന്നലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നേ. വെള്ളമൊക്കെ പോയതിന് ശേഷം അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ പൊന്നൂസിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റായപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ കറിയും ഉപ്പേരിയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ദോശ ചുടാനിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി കഴിക്കാമല്ലോ, നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ലഞ്ച് ബോക്സിന് സെറ്റാക്കുന്ന പരിപാടിയാണ്. ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൊന്നുകുട്ടികളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ ഇത്രയും പൊന്നുകുട്ടിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ വെക്കുന്ന എല്ലാ സാധനങ്ങളും പൊന്നൂസിൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും കുഞ്ഞു മക്കളായതുകൊണ്ട് എല്ലാവരും കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി എടുക്കുമല്ലോ. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, അതൊക്കെ എല്ലാവരും നഷ്ടവും. അതിനുശേഷം ഇതാ പൊന്നുകുട്ടിക്കുള്ള മുടി കെട്ടൽ അത് മാത്രം ഞാൻ ചെയ്തു കൊടുത്തു. അത് ബാക്കി എല്ലാം പൊന്നൂസ് ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിയതിന് ശേഷം നല്ല വെയിൽ കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം തന്നെ എടുത്ത് വിരിച്ചിട്ടു. ഈ വെയിലിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പൊന്നൂസിൻ്റെ വണ്ടി വന്നപ്പോൾ പൊന്നുകുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊന്നു ടാറ്റയൊക്കെ പറഞ്ഞ് പൊന്നു പോയി. ഏട്ടനും പൊന്നൂസും പോയ ശേഷം ഞാൻ എന്താ ഗേറ്റൊക്കെ അടിച്ച് എൻ്റെ അടുത്ത പരിപാടി വെച്ചാൽ മുറ്റടിക്കുക എന്നുള്ളതാണ്. 2 ദിവസം മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ മുറ്റത്ത് വല്ലാണ്ട് ചപ്പ് ചവറുകളൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ഹർഷം എഴുന്നേറ്റാൽ പിന്നെ ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലമാണല്ലോ. അങ്ങനെ ഇതാ പുറം പണിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഹർഷക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്